ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിര പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിന്റെ അരയിലുണ്ടായിരുന്ന ചരട് ഊരി മാറ്റുകയാണ്. ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അർച്ചന അടുക്കളയിലേക്ക് പോകുന്നു. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്ന് പൊട്ടിക്കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എടോ, ആതിര അങ്ങനെ പറഞ്ഞെന്ന് കരുതി താനത് കാര്യമായിട്ട് എടുക്കണ്ട. താൻ വാ, താൻ വരാതെ ചടങ്ങ് തുടങ്ങില്ലെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ഞാൻ വരുന്നില്ലെന്ന് തന്നെ അർച്ചന പറയുന്നു. അതേസമയം കമലയും സേതുമാധവനും ഒക്കെ തന്നെ വന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ വരുന്നില്ലെന്നും ഇനി ഒരു പക്ഷേ ഞാൻ വന്നാലും ആതിരയ്ക്കത് ഇഷ്ടപ്പെടാതെ അവള് ചടങ്ങ് തന്നെ വേണ്ടെന്ന് വെക്കും. അതുകൊണ്ട് ഒന്നും ശരിയാകില്ലെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അതേസമയം മീര അടുക്കളയിലേക്ക് വരികയാണ്. അതർച്ചനെ അച്ഛൻ ചോദിച്ചു, കുഞ്ഞിന്റെ നാവിൽ തേക്കാനുള്ള തേൻ എവിടെയെന്ന്. ഇത് കേൾക്കുന്ന അർച്ചന അവിടെ നിന്ന് തേനിന്റെ പാത്രമെടുത്ത് മീരയ്ക്ക് നൽകുകയാണ്. നീ എന്താണെങ്കിലും ചടങ്ങിൽ നിന്ന് മാറി നിന്നത് നന്നായി. ആ ആതിരയുടെ അഹങ്കാരം അല്പം കുറയട്ടെ എന്ന് പറഞ്ഞ് മീര അങ്ങോട്ടേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ്. മൂർത്തി ധനുഷിനോട് പറയുകയാണ്, അമ്മാവന്റെ സ്ഥാനത്തുനിന്ന് ഇന്ന് നീയും വേണമായിരുന്നു നെല്ലിശ്ശേരിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്. അതിനാ കുഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പോഴേക്കും ജീവനോടെ ഉണ്ടാകില്ലല്ലോ മൂർത്തി. അതിനുള്ള തന്ത്രമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. അവന്തിക ഇതിനോടകം തന്നെ അത് ചെയ്തിട്ടുമുണ്ടാകുമെന്ന് ധനുഷ് പറയുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മൂർത്തി. പിന്നീട് കാണിക്കുന്നത് അവന്തിക ആ തേനില് വിഷം കലർത്തി തേനിന്റെ പാത്രം അവിടെ വെക്കുന്നതാണ്. കുഞ്ഞിൽ തുടങ്ങി സേതുമാധവനിൽ അവസാനിക്കുന്ന ധനുഷിന്റെ കൊലപരമ്പര ഇന്നിവിടെ തുടങ്ങുമെന്ന് ധനുഷ് മൂർത്തിയോട് പറയുന്നു. അങ്ങനെ കുഞ്ഞിന്റെ അരയില് സന്ദീപ് ചരട് കെട്ടുകയാണ്. അതേസമയം അവരുടെ എല്ലാം ശബ്ദം കേട്ട് വിഷമത്തോടെ അടുക്കളയിൽ നിൽക്കുകയാണ് അർച്ചന. ഡോക്ടർ സന്ധ്യയും ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി കുഞ്ഞിന് കണ്ടുവച്ചിരിക്കുന്ന പേര് സന്ദീപ് കുഞ്ഞിന്റെ ചെവിയിൽ പറയാനായി സേതുമാധവൻ പറയുന്നു. അതേസമയം സന്ദീപ് അർച്ചന തന്നോട് പണ്ട് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. കുഞ്ഞിനെന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അർച്ചന സന്ദീപിനോട് ചോദിക്കുമ്പോൾ ആതിര കുറെ പേര് പറയുന്നുണ്ടെന്നും ഏട്ടത്തിയുടെ മനസ്സിൽ എന്തെങ്കിലും പേരുണ്ടോ എന്നും സന്ദീപ് ചോദിക്കുന്നു. ഞാനും കുറെ പേരൊക്കെ ആലോചിച്ചിരുന്നു. ഇവിടുത്തെ അമ്മയുടെ പേര് മാലതി എന്നല്ലേ. അപ്പോൾ അതുമായി ബന്ധമുള്ള എന്തെങ്കിലും പേരിട്ടാൽ നല്ലതായിരിക്കും. മാലു എന്നിട്ടാലും നല്ലതായിരിക്കുമെന്നൊക്കെ അർച്ചന പറഞ്ഞത് സന്ദീപ് ഓർക്കുന്നു. തുടർന്ന് കുഞ്ഞിനെ കയ്യിലേക്കെടുത്ത് സന്ദീപ് കുഞ്ഞിന്റെ ചെവിയിൽ മാലു എന്ന് പേര് വിളിക്കുന്നു. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് സന്തോഷമാവുകയാണ്. ഈ പേരല്ലല്ലോ ഞാൻ പറഞ്ഞതെന്ന് ആതിര പറയുമ്പോൾ തൽക്കാലം ഈ പേര് മതിയെന്ന് സന്ദീപ് പറയുന്നു. എന്താണെങ്കിലും പേരിടൽ കഴിഞ്ഞല്ലോ. ഇനി ആതിര കുഞ്ഞിന്റെ നാവില് തേൻ തേച്ചു കൊടുക്കാൻ മാഷ് പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് താൻ തേനില് വിഷം കലർത്തിയ കാര്യമെല്ലാം ഓർമ്മ വരികയാണ്. ഈ കുഞ്ഞ് ഇപ്പൊ മരിച്ചു വീഴുമല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. അപ്പോഴാണ് അർച്ചന അടുക്കളയിൽ ചായ ഇടുന്നത്. പഞ്ചസാരയ്ക്കായി കബോർഡ് തുറക്കുന്ന അർച്ചന അതിലിരിക്കുന്ന വിഷക്കുപ്പി കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ്. അതേസമയം ആതിര കുഞ്ഞിന്റെ നാവില് തേൻ തേക്കാനായി ഒരുങ്ങുകയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്ന അർച്ചന ആ തേനിന്റെ പാത്രം തട്ടി താഴെ ഇടുകയാണ്. എന്താ മോളെ, നീ പ്രശ്നമുണ്ടാക്കുകയാണോ എന്ന് കമല ചോദിക്കുമ്പോൾ അതില് വിഷമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനയെ നോക്കുന്നു. അത് നീ അങ്ങ് ഊഹിച്ചാ മതിയോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ എന്നാ അതിൽ ബാക്കിയുള്ള തേനെടുത്ത് നിങ്ങളൊന്ന് കുടിച്ചു നോക്കാനായി അർച്ചന പറയുമ്പോൾ പരിഭ്രാന്തിയോടെ അർച്ചനയെ നോക്കുകയാണ് അവന്തിക. ഞാൻ കാരണം ചടങ്ങൊന്നും തടസ്സപ്പെടേണ്ട. അനഘെ, നീ എൻ്റെ ഒപ്പം വാ, ഞാൻ നിനക്ക് വേറെ തേനെടുത്തു തരാമെന്ന് പറഞ്ഞ് അർച്ചന അനഘയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ ഇരിക്കുന്ന ആതിരയാണ്. എന്താ ആതിരെ, അച്ഛനും അമ്മയും പോകാൻ നേരവും നീ താഴേക്ക് വരാഞ്ഞതെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ഞാനെന്തിനാ താഴേക്ക് വരുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ആതിര. എൻ്റെ ആതിരെ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ സന്ദീപ് മറന്നുപോയോ എന്ന് ആതിര ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതേസമയം കുഞ്ഞിനെ കൊല്ലാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.